ഹായ് ഗൈസ്, ഒരുപാട് ഉള്ളി അരിഞ്ഞ് സമയം കളയാതെ 10 മിനിറ്റിൽ അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഗൈസ്, അപ്പോൾ ദാണ്ട് മഴക്കാലത്ത് കൊതിത്തീറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സമയം. അപ്പോൾ ദാണ്ട് ഒരു 1/2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. കറി അല്ലാണ്ട് സംഭവം ഇത് റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ ഒക്കെ കഴിക്കാമെന്നുള്ളൊരാഗ്രഹം. അപ്പം ഞാനിത് ഇതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ്, കുറച്ച് മുളക് പൊടി, അതായത് 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് വേണം. അതേപോലെ തന്നെ ഇതിനകത്തൊരു 1.5 സ്പൂൺ അടുപ്പിച്ച് ചിക്കൻ മസാല, പിന്നെ ഒരു നാരങ്ങയുടെ പാതിയും കൂടി കേട്ടോ. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു കുറച്ച് മതി, ഒരുപാട് ഇട്ട് പുളിയാക്കണ്ട. ഇത് ഇത്ര ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം. ഒന്ന് ഇളക്കി ഇതൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം കേട്ടോ, ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയോട് ഒന്ന് ചതച്ചത്, പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് കുറച്ചിട്ടാൽ മതി, ചതച്ചത് തന്നെ എടുക്കുന്നതായിരിക്കും ഇച്ചിരിയുടെ ബെറ്റർ കേട്ടോ. ഒന്ന് ചതച്ച് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് കറക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ചതച്ചിട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേണ്ട ഇതൊന്ന് മാറ്റി വെച്ചേക്കുക, ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചേക്കുക. അതിനുശേഷം ആ ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളി കേട്ടോ, ഇത്തിരി കൊച്ചുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്തിരി അധികത്തിട്ടാലും കുഴപ്പമില്ല, കുറച്ച് പെരുംജീരകവും കൂടി എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ സെപ്പറേറ്റ് അരിഞ്ഞെടുക്കേണ്ടത്. ഇത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും കുറച്ച് പെരുംജീരകവും ഇട്ട് നല്ലതുപോലെ മിക്സിയിൽ ജാറിൽ ഇതിനൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പാനോ അല്ലെങ്കിൽ എന്താ നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ആ സംഭവം എടുത്ത് അടുപ്പത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് വെച്ചത് കേട്ടോ. അതിനകത്ത് ഫ്രൈ പാനല്ല, കടായി. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഓയിൽ ഒഴിച്ച് നമ്മുടെ ആ ഒരു ചതച്ച കൂട്ട് അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി, ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ. ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ചുമപ്പ് കളർ, ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം മതി കേട്ടോ, നമ്മുടെ ചിക്കനകത്ത് ആ ഒരു അരപ്പൊക്കെ പിടിച്ച് കിട്ടാൻ ഈ ഒരു സമയം മതി. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മളിത് വെന്തിട്ട് ഒരുപാട് ഇട്ടങ്ങ് ഇളക്കുമ്പോഴത്തേക്ക് സംഭവം ഇതങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വേണ്ട, ഇപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ആ ഒരു ഓയിലും ആ ഒരു മസാലക്കൂടെ ഇതെല്ലാം അതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ സെറ്റാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പം വെള്ളമൊന്നും ചേർക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാം. പാനിലാണെങ്കിൽ നമുക്കിത് അടി പിടിക്കത്തില്ല, പക്ഷേ കടായിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനകത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് കണക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഇത് കണക്ക് അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള നമ്മുടെ ചിക്കനിൽ നിന്നുള്ളൊരു വെള്ളവും പിന്നെ അതിൻ്റെ ഓയിലും എല്ലാം കൂടി ചേർന്ന് സെറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, നല്ല മണം വരുന്ന നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഇതേ കണക്കാക്കി നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഒരുവിധം നമുക്കറിയാമല്ലോ ചിക്കനൊന്ന് വെന്ത് വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് തുറന്ന് വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ച് ആ ഒരു റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്ക് വേണ്ട കുറച്ച് ചതച്ച മുളക്. അപ്പം നിങ്ങൾ ചതച്ച മുളക് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ആ ഒരു ചതച്ച മുളകൊക്കെ ഇടുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിൽ നമുക്കൊരു 4-5 മുളക് എടുത്തിട്ട് ഒന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ട് വേണമെങ്കിലും ചതച്ചെടുത്ത് മാറ്റി വെക്കാം. അതല്ല ചതച്ച മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. ചതച്ച മുളകും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ ഒരു എണ്ണയും ഒക്കെ വറ്റിച്ചെടുക്കുക. അതുകൊണ്ട് ഈ സ്പാച്ചിലേക്ക് അത് സംഭവം ഇത് കയറുന്നില്ല കേട്ടോ. ഇത് സ്പാച്ചില ആയതുകൊണ്ടായിരിക്കും ഇത് കയറുന്നില്ല. സ്പൂണൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കയറും. നല്ല സെറ്റാണ് കേട്ടോ. കുഴിമന്തി മാറിയിരിക്കുന്ന ചിക്കൻ റോസ്റ്റാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അത് മാത്രമല്ല കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, മറക്കരുത് കേട്ടോ.